Assalamualaikum, Namaskaram. ഞാൻ മൻസൂർ മണ്ണാർക്കാട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. മണ്ണാർക്കാട് മരണപ്പാച്ചിൽ നടത്തുന്ന ഒരു സനാബസിനെ കുറിച്ച്. ഇന്ന് സുബഹി കഴിഞ്ഞിട്ട് അല്പനേരം കൂടി ഒന്ന് ഉറങ്ങാമെന്ന് കരുതിയിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നിരുന്നു. അപ്പോൾ ആ ഫോണിൽ നിന്ന് വരുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ വണ്ടി ആകുമ്പോൾ തട്ടും മുട്ടുമൊക്കെ ചെയ്യൂലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, നമ്മൾ നാളെയും കാണണ്ടേ എന്നുള്ള തരത്തിലുള്ളതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നുണ്ട്. ഭീഷണിയൊന്നുമല്ല, ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദ്യമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത് സനാബസ് അല്ലെങ്കിൽ സന ട്രാവൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലൊരു പേജുണ്ട്. ആ പേജിൽ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ അതിൻ്റെ പോസ്റ്റുകളിലെ താഴെ മാരകമായ, ശരിക്കും പറഞ്ഞാൽ മാരകമായ കമൻറ്റുകളാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറമായിക്കൊണ്ട് ഞാൻ എന്തേ പറഞ്ഞുള്ളൂ, അവരുടെ മരണപ്പാച്ചിൽ ജീവനുകൾക്ക് അപകടമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഭീഷണിയൊന്നുമില്ല, ഭീഷണി ഇവിടെ ഏൽക്കില്ല എന്നുള്ളത് അവർക്കറിയാം. ഇനി അവർക്ക് അറിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നോക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ പറയുവാനുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പ്രൈവറ്റ് ബസ്സുകൾ മരണപ്പാച്ചിൽ എല്ലാ റൂട്ടിലും ഉണ്ട്. കോഴിക്കോട് പാലക്കാട് അല്ലെങ്കിൽ മണ്ണാർക്കാട് നിന്ന് പാലക്കാട് വരെ, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുൻപിൽ മാത്രം എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നലെ ആ ഒരു അപകടം നടന്നപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ ഒന്ന് പ്രതികരിച്ചു. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്രത്യേകത, പ്രതികരിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ ഇതിൽ വരും. അതിലാരെങ്കിലും വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല, അത് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇത് സംബന്ധിച്ചൊരു ഇന്നത്തെ വിളിയുടെ സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രേ ഉള്ളൂ: സത്യം പറയുക, നിലപാട് പറയുക. അതിനുവേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അത് നാവരിയുന്നത് വരെ അല്ലെങ്കിൽ മരിച്ചു വീഴുന്നത് വരെ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാം. ഇവിടെ മറ്റൊരു കാര്യമാണ് സംഭവമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. KSRTC ബസ്സുകൾ ഇപ്പം KSRTC ബസ്സിൽ ശമ്പളം കൊടുക്കുവാനില്ല, ബോണസ് കൊടുക്കുവാനില്ല, ഡീസൽ അടിക്കുവാനില്ല എന്നൊക്കെ പരാതികളും പരാധീനതകളും കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇതിനിടയ്ക്ക് അവർക്ക് ബസ്സുകൾ ഓടാതിരിക്കുന്നൊന്നുമില്ല. അവർക്കും അത്യാവശ്യം സ്പീഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അവരും ഓടുന്നുമുണ്ട്. ഇതിനിടയിലൂടെ പ്രൈവറ്റ് ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അധികാരികൾ, ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. മണ്ണാർക്കാട് നിന്ന് പാലക്കാട്ടേക്ക് 40 കിലോമീറ്ററാണ്. ഈ 40 കിലോമീറ്ററിൽ പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു KSRTC പോകുമ്പോൾ അതിന് 1.5 മിനിറ്റ് ഗ്യാപ്പിലാണ് അടുത്ത പ്രൈവറ്റ് ബസ് പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു 1-1.5-2 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് പാലക്കാട് നിന്ന് മണ്ണാർക്കാട്ടേക്ക് ഉണ്ടാവുക. അതിനിടയ്ക്ക് ചിലപ്പോൾ പാലക്കാട്ട് നിന്ന് മലപ്പുറത്തേക്ക് KSRTC ഉണ്ടാവും, കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ മുണ്ടൂർ ഭാഗത്തേക്കോ ഒക്കെ ഉണ്ടാവും. ഇനി ഇതിനൊക്കെ പുറമെ ഇവരവിടുന്ന് യാത്ര ചെയ്ത് വരുന്നതിനിടയിൽ ഇതിലിടയിലുള്ള മുണ്ടൂരിൽ നിന്നും കോങ്ങാട് വഴിക്ക് വരുന്ന ബസ്സുകൾ കൂടാം. അതുപോലെ തന്നെ കല്ലടിക്കോട് നിന്നോ അല്ലെങ്കിൽ ഒക്കെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ലോക്കൽ ബസ്സുകളും ചേരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇത്രയും സമയം ക്രമീകരണമില്ലാതെ 1 മിനിറ്റ്, 1.5 മിനിറ്റ്, 2 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ഇവർക്ക് പെർമിറ്റ് കൊടുക്കുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ, അധികാരികൾ, ഇത് ഉത്തരവാദിയല്ലേ? അതുപോലെ തന്നെ 1.25, അരക്കാൽ, മുക്കാൽ എന്നൊക്കെ പറയുന്ന, ലേലം വിളിക്കുന്ന പോലെ ഉള്ള മിനിറ്റിന് പെർമിറ്റ് എടുക്കുന്ന ബസ്സിൻ്റെ ഓണേഴ്സ് ഇതിന് ഉത്തരവാദികളല്ലേ? അതുപോലെ തന്നെ ഇത്തരം ബസ്സുകളിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആൾ ഈ 1/4 മിനിറ്റിൻ്റെ ഗ്യാപ്പിനാണ് ഓട്ടേണ്ടത്, മരണപ്പാച്ചിൽ പായണം. ഇത് മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഇതിൽ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറുന്നത്. ഇവിടെ ചുരുക്കം പറഞ്ഞാൽ ഇവർക്കൊന്നും റോഡിലോ അല്ലെങ്കിൽ വാഹനങ്ങളിലോ യാത്ര ചെയ്യുന്ന പൗരന്മാരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സനാബസ് മാത്രമല്ല, ഇനി സനാബസ് ചെയ്യുന്ന, ഇന്നലെ പറഞ്ഞത് തെമ്മാടിത്തം എന്ന് തന്നെയാണ്. അതിന് മുകളിലുള്ള ഒരു വാക്ക് പറയുവാൻ എൻ്റെ മാന്യത, എൻ്റെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ്. സനാബസ് ചെയ്തത് ഉദ്യോഗസ്ഥന്മാരുടെയോ ഓണറുടെയോ മാത്രം ഇതല്ല, മൊത്തത്തിൽ എല്ലാ പ്രൈവറ്റ് ബസ്സുകൾക്കും ഈ പ്രശ്നമുണ്ട്. എന്നാൽ സനാബസിന് മാത്രം എന്തുകൊണ്ടാണ് ഈ ഈ അക്രമ സ്വഭാവം? ഇതായിരുന്നു ഇന്നലത്തെ വീഡിയോ. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. പല ബസ്സുകളും നമ്മുടെ നാട്ടിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്, കൊണ്ട് ട്രിപ്പ് അടിക്കുന്നുണ്ട്. പലർക്കും ഈ അഹങ്കാരമുണ്ട്. എന്നാൽ ബാക്കിൽ കുറച്ച് പണമുള്ള
കുറച്ച് ഗുണ്ടായുസമുള്ളൊരു മുതലാളിയുണ്ട്, ഒരു 10 ബസ്സും ഉണ്ടെങ്കിൽ അവർക്കൊരു ഗുണ്ടായുസം കൂടുതൽ. അവർ മറ്റുള്ള ചെറിയ ബസ്സുകളെടുത്തോ അല്ലെങ്കിൽ യാത്രക്കാരെടുത്തോ മോശമായിട്ട് പെരുമാറുന്നു. ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നലത്തെ കാര്യം. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ, പ്രത്യേകിച്ച് മണ്ണാർക്കാട് പാലക്കാട് ഭാഗത്ത് ദിനേന നിരന്തരം ഒരു ദിവസം പല തവണ അപകടങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യജീവനുകൾ പൊലിഞ്ഞു പോകുന്നു, റോഡിൽ പൊലിഞ്ഞു പോകുന്നു. ഇത്തരം സാഹചര്യത്തിൽ കുറച്ച് സ്പീഡ് കുറച്ചിട്ട് അവർക്ക് ട്രിപ്പ് മുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമ്മാനമാടിയിട്ടുള്ള ട്രിപ്പ് വേണ്ട, ഇത്രേ പറയുന്നുള്ളൂ. ഇനി അത് വേണം എന്നവർ നിർബന്ധം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദ്യോഗസ്ഥന്മാർക്കും അധികാരിവർഗത്തിനും ബസ് ഓണേഴ്സിനും ബസ് ജീവനക്കാർക്കും അത് നിർബന്ധമാണെങ്കിൽ, പൊതുജനത്തിന് ജീവൻ നിലനിർത്തുക എന്നൊരു നിർബന്ധാവസ്ഥ കൂടെയുണ്ട്. അത് മനസ്സിലാക്കുക എന്ന് മാത്രമാണ്. ഇവിടെ പ്രതികരിക്കുന്ന വീഡിയോകൾ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് നിങ്ങൾ കുരുപൊട്ടിയിട്ട് കാര്യമില്ല എന്ന് മാത്രമാണ് ഇവിടെ പറയുവാനുള്ളത്. ഓക്കെ, വീണ്ടും ഈ ഒരു വിഷയമായിട്ട് വന്നത് ഇന്നത്തെ ആ ഒരു ഫോൺ വിളിയാണ്. ഇനി അവർ ഫോൺ വിളിക്ക് അപ്പുറമായിട്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ വെൽക്കം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സത്യം വിളിച്ചു പറയുവാനും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും അത് വിളിച്ചു പറയുവാനും തീരുമാനിച്ചിട്ടുള്ളത്. ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന പണമാണ് മുഖ്യമെങ്കിൽ പൊതുജനത്തിൻ്റെ ജീവൻ, പൊതുജനത്തിൻ്റെ പ്രശ്നം, ജനകീയ പ്രശ്നങ്ങൾ അത് ഞങ്ങൾക്ക് മുഖ്യമാണ്. ഒരു പൊതു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു കാര്യവും ഞാൻ ഇന്നേ വരെ എൻ്റെ ചാനലിൽ പ്രതിപാദിക്കാറില്ല. നമ്മുടെ വിഷയങ്ങൾ പറയാറുണ്ട്, പക്ഷേ നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി പറയാറില്ല. മൊത്തം പൊതുജനത്തിൻ്റെ കാര്യത്തിലാണ്. ഞാൻ പൊതുജനമാണ്, പൊതുജനത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതിവിടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ആർക്കെങ്കിലും കുരുപൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുപൊട്ടി ഒലിക്കട്ടെ എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾ അല്ലെങ്കിൽ അവിടെ ഒരു വാക്ക് ലാസ്റ്റ്, എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ലാസ്റ്റത്തെ വാക്ക് ഇതാണ്: ജീവിക്കുവാൻ കൊതി അധികമല്ല. കാരണം എന്നെക്കുറിച്ച് നേരിട്ട് അറിയുന്നവർക്കറിയാം നമുക്ക് ഇവിടെ സുഖിച്ച് ജീവിക്കാനുള്ളൊരു അവസ്ഥയൊന്നുമല്ല ഉള്ളത്. ഇടങ്ങേറായിട്ടും ബുദ്ധിമുട്ടിയാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിക്കുവാനുള്ള കൊതിയൊന്നുമില്ല, മരിക്കുവാൻ ഭയവുമില്ല. നിങ്ങൾ കണ്ടത് കൂട്ടിക്കോ. അപ്പോൾ ജനകീയ പ്രശ്നങ്ങളിൽ ഇറങ്ങുക, ഇടപെടുക, ജനകീയമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആനുകാലികമായ വിഷയങ്ങളിൽ പ്രതികരിക്കുക എന്നത് അത് രക്തത്തിൽ അലിഞ്ഞുപോയി. ഇത് പുതിയതല്ല. യൂട്യൂബ് ചാനൽ പുതിയതായിരിക്കാം. യൂട്യൂബ് ചാനലിൻ്റെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു തുടക്കം മാത്രമാണ്. സബ്സ്ക്രൈബേഴ്സിനേക്കാൾ കൂടുതൽ ശത്രുക്കൾ ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു വിഷയമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനം. നമുക്ക് കൂടുതൽ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പോ ഒന്നുമില്ല. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മളതങ്ങ് എടുത്ത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ വരുന്ന തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരടുത്തും പറയുവാനുള്ളത്, ഇത് പ്രതികരിക്കുന്ന ഒരു പ്രതികരണ വീഡിയോകൾ വരുന്ന ഒരു ചാനലാണ്. ഇവിടെ എല്ലാ വിഷയത്തിലും പ്രതികരണങ്ങളുണ്ടാകും. അത് ആനുകാലികമായ വിഷയങ്ങളാണെങ്കിലും ജനകീയ പ്രശ്നങ്ങളാണെങ്കിലും രാഷ്ട്രീയ പകപോക്കലുകളും രാഷ്ട്രീയ അഴിമതികളും രാഷ്ട്രീയ മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും മതപരമായിട്ടുള്ള പറ്റിക്കൽസുകളാണെങ്കിലും അല്ലെങ്കിൽ ചൂഷണങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അല്പം നമ്മൾ വിനോദമൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിനോദത്തിനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. ഷോർട്ടിലൊക്കെ ഇടാറുണ്ട്. സമയമുള്ളവർ കാണുക. 10 മിനിറ്റ് ആവാനായി. അപ്പം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും പറയുവാനുള്ളത്, പ്രതികരിക്കുന്ന വീഡിയോകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ഒരു അജണ്ടയൊന്നുമല്ല, രക്തത്തിലുള്ളതാണ് പ്രതികരണശേഷി എന്നുള്ളത്. അത് ദയവ് ചെയ്ത് ക്ഷമിക്കുക. അതിന് ആരെങ്കിലും, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, യുദ്ധം പ്രഖ്യാപിക്കുന്നവർ ശ്രദ്ധിക്കുക. പൊതുജനത്തിൻ്റെ, സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ പ്രശ്നങ്ങൾ, ഇത് ഒരു സാധാരണക്കാരനായ എൻ്റെ ആവശ്യമാണ്, എൻ്റെ പ്രശ്നമാണ്. എൻ്റെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നവരാണ്. ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ റോഡരികിലൂടെ സ്കൂളിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഇത്തരം മരണപ്പാച്ചിലുമായിട്ട് പോകുന്ന ഒരു ബസ്സുകാരൻ എൻ്റെ മക്കളുടെ തലയിലൂടെയോ നെഞ്ചത്തോടെയോ എൻ്റെ ബസ് കയറ്റുമ്പോൾ അപ്പം മാത്രം ഉയരേണ്ട ഒരു രോഷം അല്ലത്. ഇത് ഒരു സാധാരണ ഒരു പൗരൻ്റെ ഒരു രോഷമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ചക്രത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓട്ടിക്കോ. അത്
പൊതുജനത്തിൻ്റെ നെഞ്ചത്തേക്ക് ആവരുത് എന്നുള്ളതാണ്. ഇത് പ്രതികരിക്കുന്ന ഇടമാണ്, പ്രതികരിക്കും. അതിന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. കുരു പൊട്ടുന്നവനെ കുരു പൊട്ടിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും വീണ്ടും വരും വരേക്കും വണക്കം. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.